മുൻ നായകൻ വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് താരത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം. ക്രിക്കറ്റിന് വേണ്ടി എല്ലാം നൽകിയെന്നും ഇത് അവസാനിപ്പിക്കൽ എളുപ്പമല്ലെന്നും കോഹ്ലി പോസ്റ്റിൽ പറയുന്നു. ടെസ്റ്റിൽ 123 മത്സരങ്ങളിൽ നിന്ന് 9,230 റണ്ണുകൾ നേടി. ടീമിനെ നയിച്ച 63 മത്സരങ്ങളിൽ 40ലും ജയിപ്പിച്ചു. വലിയ അഭിമാനത്തോടെ പടിയിറങ്ങുന്നുവെന്നാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കോഹ്ലി സൂചിപ്പിക്കുന്നത്. ഹരി ഗോവിന്ദ് കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഹരി, ഈ പ്രഖ്യാപനം അപ്രതീക്ഷിതമാണോ? നിഷാദ, തീർച്ചയായും ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം വിരാട് കോഹ്ലി എന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഫിറ്റ്നസും അദ്ദേഹത്തിന്റെ ഒരു പ്രകടനവും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒരു 4-5 വർഷം കൂടി അദ്ദേഹം ക്രിക്കറ്റ് ഫീൽഡിൽ അല്ലെങ്കിൽ വൈറ്റ് ക്രിക്കറ്റ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വൈറ്റ് ജേഴ്സിയിൽ തുടരുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി തന്നെയാണ് ഇപ്പോൾ ഒരു വിരമിക്കൽ പ്രഖ്യാപനം വരുന്നത്. നമുക്കറിയാം വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്ററാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. ഇത് 123 മത്സരങ്ങളിൽ നിന്ന് 9,230 റൺസ് എന്ന് പറയുന്നത് അദ്ദേഹം എത്രത്തോളം മികവോടുകൂടി ബാറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെ. 254 റൺസാണ് അദ്ദേഹത്തിന്റെ ഹൈ സ്കോർ. 46.85 റൺസിന്റെ ആവറേജിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം 30 സെഞ്ചുറികളും 31 അർദ്ധ സെഞ്ചുറികളുമാണ് അദ്ദേഹം ഈ 123 ഇന്നിംഗ്സുകളിൽ നിന്നായി നേടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രമാത്രം അദ്ദേഹം ഒരു ബോളറെ ഡോമിനേറ്റ് ചെയ്താണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വിരാട് കോഹ്ലിക്ക് ഒരു പകരക്കാരൻ എന്നത് ഇന്ത്യക്ക് അത്ര എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം അത്രയും ഈ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്ററായി വളരാൻ വിരാട് കോഹ്ലി അദ്ദേഹത്തിന്റെ 2011 മുതൽ 25 വരെയുള്ള കരിയറിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം വളരെ നിർണായകമായി എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം ഓസ്ട്രേലിയക്കെതിരെ, ഇംഗ്ലണ്ടിനെതിരെ, അതുപോലെ വലിയ സീരീസുകളിൽ, വലിയ ടൂർണമെന്റുകളിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റ്സ് നോക്കിക്കഴിയുമ്പോൾ 2011 മുതൽ 25 വരെ ഓസ്ട്രേലിയക്കെതിരെ 30 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത്. അതിൽ 53 ഇന്നിംഗ്സിൽ നിന്നായി 2,232 റൺസ് അദ്ദേഹം ഓസ്ട്രേലിയക്കെതിരെ നേടിയിട്ടുണ്ട്. 186 റൺസാണ് അദ്ദേഹത്തിന്റെ ഹൈ സ്കോർ എന്ന് പറയുന്നത്. 43.76 റൺസിന്റെ ആവറേജിലാണ് അദ്ദേഹം ഓസ്ട്രേലിയക്കെതിരെ ബാറ്റ് ചെയ്തത്. 9 സെഞ്ചുറികളും 5 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം ഓസ്ട്രേലിയക്കെതിരെ മാത്രം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് ഇംഗ്ലണ്ടിനെതിരെ നോക്കുമ്പോൾ 28 മത്സരങ്ങളിൽ നിന്ന് 50 ഇന്നിംഗ്സിൽ നിന്നായി 1,991 റൺസ് അദ്ദേഹം നേടി. 235 ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹത്തിന്റെ ഹൈ സ്കോർ എന്ന് പറയുന്നത്. 42.36 റൺസ് ആവറേജിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം 2 സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും അദ്ദേഹത്തിന് ഈ കാലയളവിൽ നേടാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹം ഒരു ഫോമിന്റെ ഒരു ഡിപ്പിലേക്ക് അവസാന സ്റ്റേജുകളിലൊക്കെ പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോമിന്റെ ഡിപ്പ് തന്നെ ഈ ഒരു വിരമിക്കലിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് ഊഹിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം വിരാട് കോഹ്ലിയുടെ എന്നൊരു ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു വിരാട് കോഹ്ലി എന്നൊരു നായകന്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഡോമിനേറ്റ് ചെയ്യിപ്പിച്ച ഒരു നായകൻ തന്നെയാണ്. വളരെ അഗ്രസീവ് ക്രിക്കറ്റിലൂടെ ഇന്ത്യൻ ടീമിനെ ടെസ്റ്റിൽ ഒരു പുതിയ രീതിയിൽ പരിചയപ്പെടുത്തിയ ഒരു നായകനാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 63 മത്സരങ്ങൾ അദ്ദേഹം ഇന്ത്യയെ നയിച്ചെങ്കിൽ അതിൽ 40ലും വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്റ്റൻസിയുടെ മികവ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം 35 മത്സരങ്ങൾ കോൺസിക്യൂട്ടീവായി തുടർച്ചയായി ഇന്ത്യയെ നയിച്ച ഏക ടെസ്റ്റ് ക്രിക്കറ്റിലെ ക്യാപ്റ്റനാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. നമുക്കറിയാം വിരാട് കോഹ്ലി നയിച്ച സമയത്ത് ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ 1ാം റാങ്കിൽ സ്ഥിരമായി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 3-4 വർഷം ഒരുമിച്ച് ഇന്ത്യയെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 1ാം സ്ഥാനത്ത് എത്തിക്കാൻ അദ്ദേഹം സാധിച്ചിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയെ പോലെ ഇന്ത്യയെ സക്സസ്ഫുൾ ആക്കിയ മറ്റൊരു നായകൻ നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും സത്യമായ കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രോഹിത് ശർമ്മ വിരമിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിരാട് കോഹ്ലി അതിലൊരു അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. കാരണം BCCI അദ്ദേഹത്തെ നിർബന്ധിച്ചാണ് രോഹിത് ശർമ്മയെ വിരമിപ്പിച്ചത് എന്നുള്ള തരത്തിൽ വാർത്ത വന്നിരുന്നു. അതിൽ രോഹിത്തിന്റെ വിരമിക്കലിൽ വിരാട് കോഹ്ലിക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോഹ്ലിയും വിരമിക്കലിലേക്ക് പോവുകയാണ് എന്നുള്ള രീതിയിൽ സൂചനകൾ വന്നിരുന്നു. പക്ഷേ ഒരു പക്ഷത്തെ അടുത്ത ഇംഗ്ലണ്ട് പര്യടനത്തിൽ കോഹ്ലി ഇന്ത്യ നയിക്കുമെന്നുള്ള രീതിയിൽ വാർത്തകളും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അനിശ്ചിതത്വത്തിൽ തുടരുകയായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യമെന്ന് പറയുന്നത്. ഒപ്പം BCCI അദ്ദേഹത്തോട് വിരമിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ താരങ്ങളോട് അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ വിരാട് കോഹ്ലി അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയായിരുന്നു. നമുക്കറിയാം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബാറ്റർ അല്ലെങ്കിൽ ഇന്ത്യയുടെ കരിയർ അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്ററാണ് ഇപ്പോൾ പടിയിറങ്ങുന്നത്. ഒരു യുഗാന്ത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പുതിയ താരങ്ങൾക്ക് എത്രത്തോളം വിരാട് കോഹ്ലിയുടെ ഒരു നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മികവിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളത് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. വിരാട് കോഹ്ലിക്ക് ഒരു പകരക്കാരനെ കണ്ടെത്താൻ ഇന്ത്യൻ ടീം ഏറെ ബുദ്ധിമുട്ടുമെന്നുള്ളത് ഒരു സംശയവുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. നമുക്കറിയാം ഈ കുട്ടിക്കാലം അല്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകരുടെ കുട്ടിക്കാലം മനോഹരമാക്കിയ ഈ ഒരു യുവതലമുറയിലെ ഏറ്റവും മികച്ച ഒരു ബാറ്ററാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. ആ ഒരു 4 സംഘത്തിലെ ഒരുവൻ ഇപ്പോൾ പടിയിറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം വിരാട് കോഹ്ലി അവിസ്മരണീയമാക്കിയ ചില ഇന്നിംഗ്സുകൾ, ചില മത്സരങ്ങൾ, ചില ടൂർണമെന്റുകളൊക്കെ ഇപ്പോഴും ആരാധകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. കാരണം വിജയം ഒരിക്കലും വിജയിക്കില്ല എന്ന് തോന്നിപ്പിച്ച മത്സരങ്ങൾ പോലും അദ്ദേഹത്തിന്റെ അനായാസ ബാറ്റിംഗ് മികവിലൂടെ അദ്ദേഹം കളി തിരിച്ചുപിടിച്ച് ജയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മികച്ച ഇന്ത്യക്ക് പുറത്തുള്ള സ്റ്റേഡിയങ്ങളിൽ അദ്ദേഹത്തിനെ പോലെ ആവറേജുള്ള മറ്റൊരു ബാറ്റർ നിലവിലില്ല. കാരണം ഓസ്ട്രേലിയക്കെതിരെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ ഓവലിൽ, അതോടൊപ്പം തന്നെ സിഡ്നിയിൽ, ബ്രിസ്ബനിലൊക്കെ വിരാട് കോഹ്ലി അനായാസം ബാറ്റ് ചെയ്ത് ഓസ്ട്രേലിയൻ ബോളർമാരെ തരിപ്പണമാക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രതാപകാലത്തേക്ക് തിരിച്ചു പോകാൻ അദ്ദേഹത്തിന് ഈ കുറച്ചു കാലമായി സാധിച്ചിരുന്നില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഈ കഴിഞ്ഞ സീരീസിൽ ഔട്ടായതൊക്കെ ഒരു വളരെ മോശം ബോളുകളിലാണ് അദ്ദേഹം ഔട്ടായത്. നമുക്കറിയാം വിക്കറ്റിന് പുറത്ത് പോകുന്ന ബോളുകൾ അനാവശ്യമായി ബാറ്റ് വെച്ച് വിക്കറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ
ടൂർണമെന്റിൽ 5 മത്സരങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരു 4 ഇന്നിങ്സുകളിൽ അല്ലെങ്കിൽ ഒരു 4 മത്സരങ്ങളിൽ ആയിട്ടുള്ള 2 ഇന്നിങ്സുകൾ 8 ഇന്നിങ്സുകളിലായിട്ട് വിരാട് കോഹ്ലി പുറത്തായത് സ്റ്റെമ്പിനെ പുറത്തെറിയുന്ന ബോളാണ്. അദ്ദേഹത്തിന് ഒരു പഴയ കോൺടാക്റ്റോ അല്ലെങ്കിൽ ഒരു പഴയ ഐ കോൺടാക്റ്റോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ വിരാട് കോഹ്ലി എന്തുകൊണ്ടും ഇപ്പോൾ വിരമിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് തീർത്തും അപ്രത്യക്ഷമായ ഒരു വാർത്തയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല എന്നുള്ളൊരു വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ രംഗനാഥ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പാട്ട് നിർത്തുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിൽ പറയാൻ സാധിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടും ഈ ഒരു വിടവ് നികത്താൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഏറെ ബുദ്ധിമുട്ടുമെന്നുള്ളൊരു സംശയവുമില്ല നിഷാദ്. ഓക്കെ, എന്ന് വെച്ചാൽ ഹരി, ഇത് അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ തന്നെ ഹരി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രായം പ്രധാനമാണ്. ഒപ്പം ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് പഴയ ഫോം നിലനിർത്താൻ കഴിയുന്നില്ല. മോശം ബോളിൽ പോലും ഔട്ടാവുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഐ കോൺടാക്ട് നിലനിർത്താൻ പറ്റുന്നില്ല. പല പ്രശ്നങ്ങൾ ഓൾറെഡി അതിനകത്ത് വിമർശനങ്ങളായി ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അദ്ദേഹം ശരിയായ സമയത്ത് വിരമിക്കുന്നുവെന്ന എക്സ്പേർട്സ് കമൻസ് ഒക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രായം അദ്ദേഹം ഈ സർവീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടീമിന് വേണ്ടി കളിക്കുന്നു, ഇറങ്ങുമ്പോഴും ഒരു പകരക്കാരനെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ ഇപ്പോൾ ഒരു വലിയ വിടവ് വരാൻ പോവുകയാണ്. ഇന്ത്യക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ഇത് മേക്കപ്പ് ചെയ്യാൻ കഴിയില്ല എന്ന സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ശരിക്കും ഉണ്ടോ? തീർച്ചയായും നിഷാദ്, കാരണം അത്രയേറെ ഡോമിനേറ്റ് ചെയ്താണ് വിരാട് കോഹ്ലി എന്നുള്ള താരം ഈ നിലവിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം ഈ പ്രതാപകാലത്തേക്കുള്ള ഒരു പ്രകടനം അദ്ദേഹത്തിന് ഇപ്പോൾ എടുക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ഒരു ആവറേജ് ബാറ്ററായി തന്നെയാണ് ഇപ്പോൾ ടീമിൽ തുടരുന്നത്. ആ ഒരു ആവറേജ് പ്രകടനത്തിൽ പോലും അദ്ദേഹത്തെ മറികടക്കാൻ ഇപ്പോഴുള്ള താരങ്ങൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ T20-യിലൊക്കെ ഒരുപാട് പുതിയ താരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. വിരാട് കോഹ്ലിയെ മറികടന്ന് വിരാട് കോഹ്ലി T20 ലോകകപ്പ് നേടിയതിന് പിന്നാലെ വിരമിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും T20 ടീമൊക്കെ ഇന്ത്യക്ക് മികച്ച ടീമുണ്ട്. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് അത്ര അനായാസം കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമല്ല. അതിന് കൃത്യമായ ഗ്രിറ്റ് വേണം, പാഷൻ വേണം, അതിനെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെന്റാലിറ്റി വേണം. അങ്ങനെ ഈ ഒരു 14 വർഷം അദ്ദേഹം ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് വർക്കിന്റെ ഫലം തന്നെയാണ്, കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ്. അങ്ങനെ ആ ഒരു കഠിനാധ്വാനത്തിലേക്ക് അല്ലെങ്കിൽ വിരാട് കോഹ്ലി എത്തിയതുപോലെ ആ ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് എത്താനായിട്ട് ഇപ്പോഴത്തെ താരങ്ങൾക്ക് നിലവിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം എത്ര ഫോം ഇപ്പോൾ 2 or 3 പരമ്പരയിൽ അദ്ദേഹം വളരെ ഫോം ഔട്ടായി ബാറ്റ് വീശിയാൽ പോലും 4ാം പരമ്പരയിൽ അദ്ദേഹത്തിന്റെ പ്രതാപകാലത്തേക്ക് തിരിച്ചു പോകുമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് സ്റ്റൈലിക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. എത്ര മത്സരങ്ങൾ തോറ്റു നിൽക്കുകയാണെങ്കിലും വിരാട് കോഹ്ലി ഇറങ്ങാനുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷയാണ്. പണ്ട് സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ക്രീസിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണോ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്, ആ ഒരു പ്രതീക്ഷയാണ് പുതിയ തലമുറയ്ക്ക് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. സച്ചിനെ പോലെ അല്ലെങ്കിൽ സച്ചിനുമായി കമ്പയർ ചെയ്യപ്പെടുന്ന ഒരു താരമാണ് വിരാട് കോഹ്ലി. അദ്ദേഹത്തിന്റെ ഇപ്പോൾ നമുക്കറിയാം ഏകദിന ക്രിക്കറ്റിലൊക്കെ സച്ചിന്റെ റെക്കോർഡുകളൊക്കെ മറികടന്ന താരമാണ്. അത്രയും മനോഹരമായ ബാറ്റ് വീശുന്നൊരു താരമാണ്